ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവത്തെ ഏറ്റുപറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം. ഒരുമിച്ച് കുരിശ് വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞാൻ പാപം ചെയ്തകന്നിടുമ്പോൾ ദൈവത്തിനുള്ളം തേങ്ങും. ഞാൻ പാപം ചെയ്തകന്നിടുമ്പോൾ ദൈവത്തിനുള്ളം തേങ്ങും. ഞാൻ പിഴകൾ ചൊല്ലിടുമ്പോൾ ദൈവത്തിൻ കരളലിയും. ഞാൻ പാപം ചെയ്തകന്നിടുമ്പോൾ ദൈവത്തിനുള്ളം തേങ്ങും. ഞാൻ പിഴകൾ ചൊല്ലിടുമ്പോൾ ദൈവത്തിൻ കരളലിയും. എൻ്റെ മുഖം വാടിയാൽ ദൈവത്തിൻ മുഖം വാടും. എൻ മിഴികൾ ഈറനണിഞ്ഞാൽ ദൈവത്തിൻ മിഴി നിറയും. എൻ്റെ മുഖം വാടിയാൽ ദൈവത്തിൻ മുഖം വാടും. എൻ മിഴികൾ ഈറനണിഞ്ഞാൽ ദൈവത്തിൻ മിഴി നിറയും. പുറപ്പാട് പുസ്തകം 34 അധ്യായം 6-7 വാക്യങ്ങൾ. The book of Exodus, chapter 34, verses 6 and 7. അവിടുന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവൻ്റെ മുൻപിലൂടെ കടന്നുപോയി. കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ. കർത്താവിൻ്റെ സ്വഭാവം വെളിപ്പെടുന്ന വാക്യമാണിത്. നമ്മൾ പാടി പ്രാർത്ഥിച്ചതുപോലെ നാം പാപം ചെയ്ത് അകന്നിടുമ്പോൾ ദൈവത്തിൻ്റെ മുഖം വാടും. നമ്മുടെ പാപാവസ്ഥയോർത്ത് സങ്കടപ്പെടുന്ന, കാരുണ്യത്തോടെ കൃപയോടെ കോപിക്കുന്നതിൽ വിമുഖനായി സ്നേഹത്തിൽ വിശ്വസ്തതയിൽ നമ്മോട് ചേർന്ന് നിൽക്കുന്ന ദൈവം. പുറപ്പാട് 34 അധ്യായത്തിൽ കർത്താവ് തന്നെ തൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നു. അതിൻ്റെ പശ്ചാത്തലം അറിഞ്ഞിരിക്കണം. 32 അധ്യായത്തിലാണ് ഇസ്രായേൽ ജനം സ്വർണ്ണ കാളക്കുട്ടിയെ ഒരുക്കി കർത്താവിനെ നിന്ദിച്ചത്. ദൈവകോപം ആളിക്കത്തി. എന്നാൽ മോശ ജനത്തിനു വേണ്ടി ദൈവത്തിന് മുമ്പാകെ കേണപേക്ഷിച്ചു. കർത്താവ് കരുണ കാണിച്ചു. ആ മഹാപരാധം കർത്താവ് പൊറുത്തു. നീ ഏതു ഘോര പാപം ചെയ്ത് കർത്താവിൽ നിന്ന് അകന്നുപോയി എന്നു നീ കരുതിയാലും കർത്താവിങ്കിലേക്ക് തിരിയാൻ നീ മനസ്സാകുന്നെങ്കിൽ കർത്താവിൻ്റെ കരുണ നിന്നെ പുതിയും. നമ്മുടെ പ്രിയപ്പെട്ടവരിലും പലരും ഇസ്രായേലിനെ പോലെ ദൈവത്തെ നിന്ദിച്ച് സ്വർണ്ണക്കാളക്കുട്ടിയെ ആരാധിച്ചു പോകുന്നുണ്ട്. മോശയെപ്പോലെ അവർക്കു വേണ്ടി ജീവിത പങ്കാളിയാകാം, മക്കളാകാം. കർത്താവിനെ മറന്ന് സ്വർണ്ണക്കാളക്കുട്ടിയുടെ പിറകെ പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് മാധ്യസ്ഥ്യം പ്രാർത്ഥിക്കാം. കർത്താവേ, കോപിക്കരുതേ, കർത്താവേ കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കും. ഈ ദൈവ സ്വഭാവം കരുണയുള്ള, കൃപ കൊണ്ട് പൊതിയുന്ന,
കോപിക്കുന്നതിൽ വിമുഖനായ, സ്നേഹത്തിൽ വിശ്വസ്തതയിൽ അത്യുദാരനായ, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ച് ആയിരങ്ങളോട് കരുണ കാണിക്കും ദൈവ സ്വഭാവം നമുക്കായി വെളിപ്പെട്ട് കിട്ടിയതാണ് ഈശോ മിശിഹ. ഈ നോമ്പ് കാലത്ത് കർത്താവിൻ്റെ കരുണ അധികമായി വെളിപ്പെടുന്ന ഈ കാലത്ത് ആ സ്നേഹത്തോട്, കാരുണ്യത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം. അഗസ്തീനോസ് പുണ്യാളൻ പറയുന്നു, God is more ready to forgive than we are ready to sin. നീ പാപം ചെയ്യുന്നതിൽ കാണിക്കുന്ന താല്പര്യത്തെക്കാൾ അധിക താല്പര്യം കർത്താവ് നിന്നോട് ക്ഷമിക്കാൻ കാണിക്കുന്നുണ്ട്. ജോൺ ക്രിസോസ്റ്റോം പിതാവ് പറയുന്നു, The ocean of God's mercy is greater than the sea of our sins. നമ്മുടെ പാപങ്ങളുടെ കടലിനേക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ കരുണയുടെ മഹാസമുദ്രം. ദൈവകരുണയുടെ മഹാസമുദ്രത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, മോശയിലൂടെ വെളിപ്പെട്ട നിന്റെ കരുണയുടെ മുഖത്തെ, ഈശോയിൽ മനുഷ്യരൂപമെടുത്ത കരുണാമയനെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈ ദിവസം ആരംഭിക്കുമ്പോൾ നിന്റെ കരുണ ഞങ്ങളെ പൊതിയട്ടെ. ഞങ്ങൾ ബലഹീനരാകുമ്പോൾ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങൾ വീണു പോകുമ്പോൾ ഞങ്ങളെ ഉയർത്തണമേ. ഞങ്ങളുടെ ക്ഷമ നശിക്കുമ്പോൾ ഞങ്ങളെ ക്ഷമ പഠിപ്പിക്കണേ. നിന്റെ കരുണ കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ. ഞങ്ങളിൽ നിന്ന് ഈ ദിവസം മറ്റുള്ളവരിലേക്ക് നിന്റെ കരുണ ഒഴുകട്ടെ. ഈ ദിവസത്തിൻ്റെ മുഴുവൻ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.